കർത്താവായ യേശുക്രിസ്തുവിന് നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇങ്ങനെ ഒരു സംഭവ കഥ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ചില ഡോക്ടേഴ്സ് മാരകമായ രോഗം ബാധിച്ച ചില രോഗികളിൽ ഒരു പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു. ഈ ഡോക്ടേഴ്സ് വിശ്വാസികളായിരുന്നു. അവർ ഈ പരീക്ഷണം നടത്തുവാനായി മരിക്കത്തക്ക രോഗം ബാധിച്ച, ക്യാൻസർ ബാധിച്ച, അതുപോലെ മരണാസന്നരായ ചില രോഗികളെയാണ് തിരഞ്ഞെടുത്തത്. ആ രോഗികളിൽ വിശ്വാസികളുണ്ടായിരുന്നു, അവിശ്വാസികളുണ്ടായിരുന്നു. കൂടുതൽ പേരും അവിശ്വാസികളായിരുന്നു. വിശ്വാസികളായ ചില വ്യക്തികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ഈ രോഗികൾക്ക് എല്ലാവർക്കും ഒരുപോലെ മെഡിസിൻ കൊടുത്തു, എല്ലാവർക്കും ഒരുപോലെ ആശ്വാസകരമായ വാക്കുകൾ കൊടുത്തു, വചനം പറഞ്ഞു കൊടുത്തു. അങ്ങനെയെല്ലാം അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരേ രോഗം ബാധിച്ച, ഒരേ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന രോഗികളിൽ വിശ്വാസികളായവർ രക്ഷ പ്രാപിച്ചു വരുന്നത്, സൗഖ്യം പ്രാപിച്ചു വരുന്നത് അവർ കണ്ടു. അവർ ഇത് പരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി. എപ്പോഴും രോഗികളുടെ അടുക്കൽ അവർ ഒരു ഡിവൈസ് വെച്ചിരുന്നു, അവർ പറയുന്നതായ വാക്കുകൾ റെക്കോർഡ് ചെയ്യുന്നതായ ഒരു ഡിവൈസ്. എന്നാൽ ഈ ഡിവൈസിൽ കൂടി, ഈ രോഗികളുടെ അടുക്കലിരുന്ന ഡിവൈസിൽ കൂടി അവർ പറഞ്ഞതായ വാക്കുകൾ ഇവർ ശ്രദ്ധിച്ചപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത അവിശ്വാസികളായ പല രോഗികളും എപ്പോഴും തങ്ങളെ തന്നെ ശപിക്കുകയാണ് ചെയ്തത്. ഈ മാരകമായ രോഗം വന്നല്ലോ, എൻ്റെ ജീവിതം തീരാറായി, ഇനി ഞാൻ അധികകാലം ജീവിക്കുകയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് ഇനി എനിക്ക് മരിച്ചാൽ മതി, ഇങ്ങനെയുള്ളതായ നെഗറ്റീവ് വാക്കുകൾ തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പരസ്പരം തന്നെ ശപിക്കുകയും തങ്ങളെ തന്നെ പഴി പറയുകയും മറ്റുള്ളവരെ ശപിക്കുകയും ഡോക്ടേഴ്സിനെ ശപിക്കുകയും ഇങ്ങനെ അവരുടെ ജീവിതത്തിലുള്ളതായ ആ രോഗം വന്നതുമൂലം അവരുടെ ഹൃദയത്തിൽ വന്നതായ എല്ലാ ഫ്രസ്ട്രേഷൻസും, നിരാശാജനകമായ എല്ലാം അവർ പുറത്തേക്ക് പലപ്പോഴും പിറുപിറുക്കുകയും അവർ ഉറക്കെ പറയുകയും മറ്റുള്ളവരെ ശപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ വിശ്വാസികളായ ദൈവമക്കളായ അരികിൽ വെച്ചിരുന്ന ആ ഡിവൈസിൽ കൂടി കേട്ടതായ കാര്യങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവർ എപ്പോഴും പ്രത്യാശയുള്ളവരായിരുന്നു. അവർ കർത്താവിനെ തങ്ങളുടെ സങ്കടങ്ങളിലും പാടുന്നവരായിരുന്നു. തങ്ങളുടെ പ്രതികൂലങ്ങളിലും തങ്ങൾ മരിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നില്ല അവരുടെ വിഷയം. അവർ എപ്പോഴും നാവുകൊണ്ട് ദൈവവചനം പറയുകയും പോസിറ്റീവ് പറയുകയും, അതെ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം, എനിക്ക് രോഗശാന്തി വരുത്തുന്ന ദൈവം, ഇങ്ങനെ പോസിറ്റീവ് പറയുന്നവരായിരുന്നു. അവർ തങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. തങ്ങൾ മരിച്ചാലും ഇല്ലെങ്കിലും, ഈ രോഗം മാറിയാലും ഇല്ലെങ്കിലും കർത്താവ് നല്ലവനാണെന്നും ദൈവം നല്ലവനാണെന്നും ദൈവത്തിൻ്റെ വചനം നല്ലതാണെന്നും ആ ദൈവവചനം, അവർ കാണാതെ പഠിച്ച വചനം അവർ നിരന്തരം ഉരുവിടുകയും ഇതെല്ലാം അവർ വലിയ പ്രത്യാശയും സന്തോഷവുമാണ് ഉളവാക്കിയത്. നെഗറ്റീവ് സംസാരിച്ചു വരുന്നവർ വളരെ ഏറെ താമസിക്കുന്നതിന് മുൻപ് തന്നെ അവർ പറഞ്ഞ അവരുടെ വാക്കുകൾ പോലെ തന്നെ, അവരുടെ നിരാശാജനകമായ ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ അവർ മരണത്തിലേക്ക് പതിയെ കടന്നുപോയി. എന്നാൽ വിശ്വാസം പ്രഖ്യാപിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നവരുടെ ജീവിതം മുന്നോട്ട് അഭിവൃദ്ധി പ്രാപിച്ച് അവർ ജീവനിലേക്ക് കടന്നു. നാം വായിക്കുന്നത് പോലെ, അതെ, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന പോലെ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നോക്കി നാം ഒരിക്കലും നെഗറ്റീവ് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരാം, ഒത്തിരി നെഗറ്റീവുകൾ കടന്നു വരാം. എല്ലാം ഒരു പുഷ്പശയ്യ പോലെ ആയിരിക്കില്ല. ഒരു ജീവിതവും പട്ടുവിരിച്ച ഒരു മെത്ത പോലെയല്ല. ആ ജീവിതത്തിൽ പലപ്പോഴും മുള്ളിൻ്റെ അനുഭവങ്ങൾ, കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ, പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ അനുഭവം, പലതരത്തിലുള്ളതായ ഒരാളുടെ പ്രശ്നമായിരിക്കില്ല മറ്റൊരാളുടേത്. എൻ്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങളുടേത്, നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല മറ്റൊരാളുടേത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളായിരിക്കാം. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകാം. എല്ലാം ഓക്കെ ആയിട്ട്, എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന ഒരു ജീവിതം ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് പേറിയ ഒരു ദൈവപൈതൽ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി നെഗറ്റീവ് പറയുന്നവരായിരിക്കരുത്. വലിയൊരു ജപ്തിയോ അല്ലെങ്കിൽ വലിയൊരു കടത്തിൻ്റെ ബാധ്യതയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നിരിക്കട്ടെ, എന്നാൽ അതിനെ നോക്കി ഈ ജപ്തി എന്നെ മുക്കിക്കൊണ്ടു പോകും, ഈ കടബാധ്യത എന്നെ തീർത്ത് കളയും എന്ന് നിങ്ങൾ പറയരുത്. അതിൻ്റെ എല്ലാം മീതെ നടക്കുവാൻ നമുക്ക് പ്രാപ്തി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ എല്ലാം മീതെ നടക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിനുവേണ്ടിയെല്ലാം അഭ്യസിപ്പിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. നമ്മുടെ മുൻപിലുള്ളതായ
ആ എറിഹോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന മതിലിനെ നോക്കി നാം മാർപ്പിടുക, ഉച്ചത്തിൽ സ്തുതിക്കുക. കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവിൻ്റെ വചനം ഈ പ്രതികൂലങ്ങളെയെല്ലാം മറികടക്കുവാൻ നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ബാധ്യതകളായിരിക്കാം, നമുക്ക് പറ്റിയതായ പിശക് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രതികൂലങ്ങളായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും കർത്താവിങ്കിലേക്ക് നാം ആശ്രയിക്കുന്നുവെങ്കിൽ, അതെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നാം അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, ആ ബലമുള്ള ഗോപുരത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ വഴി നടത്തും. നാം തകർന്നു വീഴുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. ചിലപ്പോൾ നമ്മുടെ ദാരിദ്ര്യമുള്ള ജീവിതം ഉണ്ടായിരിക്കാം, പണത്തിന് ഞെരുക്കമുള്ള ജീവിതം ഉണ്ടായിരിക്കാം. എന്നാൽ അതിലേക്ക് നോക്കി നാം ഒരിക്കലും പറയരുത്, ഞാൻ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുകയില്ല എന്ന്. എന്നെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനായ ഒരു കർത്താവുണ്ട്. എൻ്റെ ഞെരുക്കങ്ങളെ മാറ്റിത്തരുവാൻ മതിയായ ഒരു കർത്താവുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അത്ഭുതകരമായി എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തിയ രംഗങ്ങൾ എനിക്കറിയാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ കൊച്ചുനാളുകളിലെല്ലാം വളരെ ദാരിദ്ര്യത്തിൽ കൂടി കടന്നു വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് എനിക്ക് യേശുവിനെ അറിയാമായിരുന്നില്ല, യേശു ആരാണെന്ന് അറിയാമായിരുന്നില്ല. അന്ന് എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ വിശുദ്ധന്മാരോടും മാതാവിനോടും അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരഭിവൃദ്ധിയും കടന്നു വന്നില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞ നാളുകളിൽ, എൻ്റെ നല്ല യൗവനപ്രായത്തിൽ സൃഷ്ടാവിനെ അറിയുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ യേശുവിങ്കിലേക്ക് ഫരമേൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, അതിനുശേഷവും ജീവിതത്തിൽ കൂടി പ്രതികൂലങ്ങളും പണത്തിന് ഞെരുക്കവും അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം തക്ക സമയത്ത് മറുപടി തന്ന് എന്നെ നടത്തിയ, മനോഹരമായി എന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നല്ല കർത്താവിനെ എനിക്കറിയാം. എൻ്റെ ഭാവി അനുഗ്രഹമാക്കി തീർത്ത ഒരു കർത്താവ്. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ എത്രയോ അധികമായി 100 മടങ്ങ് അല്ല 10,000 മടങ്ങ്, കോടി മടങ്ങ് എന്നെ അനുഗ്രഹിച്ച ദൈവം. ഒരു നേരത്തെ ആഹാരത്തിന് വിശന്നുവെങ്കിൽ അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കൈകളെ സമ്പന്നമാക്കിയ ദൈവം. ആത്മീയമായും ഭൗതികമായും എന്നെ അനുഗ്രഹിച്ച എൻ്റെ കർത്താവ്. നാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വെച്ചു കൊടുത്താൽ അത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. ഈ കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നാം നമ്മുടെ നാവ് കൊണ്ട് എന്താണ് പറയുന്നത്? എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ല, എൻ്റെ രോഗത്തെ നോക്കി, എൻ്റെ കടബാധ്യതയെ നോക്കി, എൻ്റെ മാനസാന്തരപ്പെടാത്ത ഭർത്താവിനെ നോക്കി, മാനസാന്തരപ്പെടാത്ത കുഞ്ഞുങ്ങളെ നോക്കി, പല പ്രാവശ്യം എഴുതിയിട്ടും ജയിക്കാത്ത പരീക്ഷയെ നോക്കി, അതിനെ നോക്കിയെല്ലാം ഇനി ഞാൻ ജയിക്കുകയില്ല, ഇനി ഇവരൊന്നും മാനസാന്തരപ്പെടുകയില്ല, ഇനി എൻ്റെ കടബാധ്യത മാറുകയില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകളാണോ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്? എന്നാൽ വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയുമെന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതെ, നാം എന്താണ് നാവ് കൊണ്ട് പറയുന്നത്, നാം എന്താണ് വിശ്വസിക്കുന്നത്, അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ആ പ്രതികൂലത്തിലേക്ക് നോക്കി എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ എന്നാണോ പറയുന്നത്? ഹല്ലേലൂയ. ഈ പ്രതികൂലത്തെ മറികടക്കുവാൻ എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുമെന്നാണോ പറയുന്നത്? ഈ കർത്താവിൻ്റെ വചനത്താൽ ഈ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഈ സാമ്പത്തികമായ പ്രതികൂലത്തെ മറികടക്കുവാൻ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുമെന്നാണോ പറയുന്നത്? പലപ്പോഴും എഴുതിയിട്ടും തോറ്റുപോയ ആ പരീക്ഷയെ എൻ്റെ ദൈവത്താൽ ഞാൻ ഇനിയും കീഴടക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെ പറയുന്നുവെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അതെ, വായുടെ ഫലത്താൽ നിങ്ങളുടെ ഉദരം നിറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നാം ഒരിക്കലും പ്രതികൂലങ്ങൾ പറയരുത്, നെഗറ്റീവ് പറയരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക. ഒരു പക്ഷേ അവർക്ക് പോരായ്മകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ചില ബലഹീനതകളുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ബുദ്ധി നന്നായിട്ട് ഉറച്ചിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ അവരുടെ ബുദ്ധിയിൽ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് നന്നായി പഠിക്കുവാനുള്ള കഴിവ് ഇന്നില്ലായിരിക്കാം. പക്ഷേ അതിനെ മാറ്റുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ജീവിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവെ, അവിടുത്തെ ബുദ്ധി ജ്ഞാനവും ഈ പൈതലിന്മേൽ പകരണമേ, അവനെ നോക്കി അവളെ നോക്കി നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക. നാളെ ഇവൾ ഒരു അനുഗ്രഹമായി തീരും, നാളെ ഇവൾ ഒരു നല്ല ജ്ഞാനമുള്ള ഒരു മകളായി തീരും, മകനായി തീരും, നാളെ ഇവളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും, എൻ്റെ കർത്താവ് ഇവളുടെ ബുദ്ധിയെ തുറക്കും. അതെ, അവരെ നോക്കി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക. ഇന്നവർ മാനസാന്തരപ്പെടാത്തവരായിരിക്കാം, ഇന്നവർ മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നില്ലായിരിക്കാം, എങ്കിലും അവരെ നോക്കി പറയുക, നാളെ അവരുടെ കരങ്ങളിൽ ഈ ദൈവത്തിൻ്റെ വചനം ഏന്തിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കാണുക.
ഈ ദൈവത്തിൻ്റെ വചനം ഏന്തി അവർ കർത്താവിൻ്റെ വലിയ വേല ചെയ്യുന്നത് സ്വപ്നം കാണുക, അത് തന്നെ അവരെ നോക്കി പ്രഖ്യാപിക്കുക, അവരെ നോക്കി ഏറ്റുപറയുക. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മുടെ നാവുകളെ അധികാരത്തോടെ ഉപയോഗിക്കാം, നല്ലവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, നല്ലത് പറയുവാൻ ഉപയോഗിക്കാം. മനസാന്തരപ്പെടാത്ത ഭർത്താവിനെ നോക്കി നമുക്ക് നല്ലത് പറയാം, നന്മകൾ പറയാം. അതെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. അത്ഭുതമന്ത്രിയായ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഈ കർത്താവ് നമ്മെ ശക്തീകരിക്കുവാനും നമ്മെ ബലപ്പെടുത്തുവാനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലൂടെ നാം പറയുന്നതായ ആ അധികാരത്തിൻ്റെ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവം ജീവിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറയുന്നവരായി തീരാം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാം. മറ്റുള്ളവരെ നോക്കി നമുക്ക് അനുഗ്രഹിക്കാം. നമ്മുടെ കുറവുകളിലേക്ക് നോക്കി അതിനെ എല്ലാം പിന്തള്ളിക്കൊണ്ട് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം, കർത്താവിൻ്റെ അരികിലേക്ക് കർത്താവ് നമ്മെ മാടി വിളിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എന്നുമെന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കാം. നല്ലവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം എന്നുമെന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.